രാവിലെ നല്ലൊരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ്. നല്ല അടിപൊളി ഇടിയപ്പവും സ്റ്റൂ ആണ്. ഉരുളക്കിഴങ്ങ് സ്റ്റൂ. ഇടിയപ്പം നമ്മൾ തന്നെ പച്ചരി വാങ്ങിയിട്ട് അത് കഴുകി ഉണക്കി പൊടിച്ച് നല്ല അടിപൊളി സോഫ്റ്റ് ഇടിയപ്പമാണ്. അപ്പം അത് കഴിച്ച് കഴിഞ്ഞിട്ട് രാവിലെ ഫണ്ടൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നല്ല പോർക്ക് കറി കൂട്ടി ചോറ് കഴിക്കണ്ടേ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ സവോളയെല്ലാം കട്ട് ചെയ്ത് വയ്ക്കാം. ഏട്ടൻ വാങ്ങാൻ പോയിട്ടേ ഉള്ളൂ. വാങ്ങി വരുമ്പോഴേക്കും നമ്മളിതെല്ലാം സവോള കട്ടിങ് എല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോർക്ക് കറി ഉണ്ടാക്കാമല്ലോ. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. ഞാനവിടെ സുഖമായിരിക്കണം. അപ്പോൾ ദേ കുഞ്ഞു ടിപ്സ്, കിച്ചണിലുള്ള കുഞ്ഞു ടിപ്സ് പറഞ്ഞാൽ ഇതുപോലെ ചിക്കനോ ബീഫോ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് പോർക്ക് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് വാങ്ങി വരുമ്പോഴേക്കും തന്നെ സവോള കട്ടിങ് എല്ലാം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കറി റെഡിയാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ തലേന്ന് തന്നെയാണ് ഇങ്ങനെ സവോള കട്ട് ചെയ്ത് വെക്കാൻ പറ്റുക, അത്രയും നല്ലത്. പക്ഷേ കറിയൊന്നും തലേന്ന് വെച്ച് വെക്കില്ല കേട്ടോ. ഞാൻ രാവിലെ തന്നെയാണ് കറി ഉണ്ടാക്കുന്നത്. ബാക്കി എല്ലാ പണികളും ക്ലീനിങ്ങും തുണി കഴുകിയിടലും കുളിക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ് ലഞ്ചിനുള്ള പരിപാടി ചെയ്യുന്നത്. ലഞ്ചിന് എന്തെങ്കിലും ചിക്കനോ ബീഫോ പോർക്കോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ദിവസത്തിന് നമുക്ക് വേറെ ഒന്നും വേണ്ട, വേറെ ഒരു കറിയും വേണ്ട, ഈ ഒരൊറ്റ കറി മതിയല്ലോ. അപ്പോൾ ലഞ്ചിനും ഡിന്നറിനും കൂടി ചേർത്തിയിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. കുറേ നാളായി പോർക്ക് കഴിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ശനിയാഴ്ച വൈകുന്നേരം ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് ശരി എന്നാൽ പിന്നെ നാളെ പോർക്ക് വാങ്ങാം അല്ലേ എന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ഏട്ടൻ പോയിട്ട് വാങ്ങിയിട്ട് വന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനിങ്ങനെ സവോള കട്ട് ചെയ്യാണ്. സവോള കട്ട് ചെയ്യുമ്പോൾ ഫണ്ട് കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും ചിലപ്പോൾ ഫ്രണ്ടിൽ ഇരുന്നില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വരും. അപ്പോൾ വെറുതെ നമ്മൾ അടുക്കളയിൽ നിന്ന് വെറുതെ വരണ്ടാലോ എന്ന് വെച്ചിട്ട് സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കണം. അല്ലെങ്കിലും ഞാൻ സവോള കട്ടിങ് തക്കാളി എല്ലാം സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് തന്നെയല്ലേ ക്ലീനിങ്. പിന്നെ കുറച്ച് നേരം സവോള വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കണ്ണെരിയാതിരിക്കും. അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോഴേക്കും വിച്ചുവും പാപ്പുവും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. വേറെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് എല്ലാം ചേർത്തി ഉണ്ടാക്കി. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചേർത്തി ഉണ്ടാക്കിയതാണ്. കുട്ടികൾ വരുമെന്നറിയാം. അപ്പോൾ രണ്ടാളും കഴിച്ചിട്ടാണ് വന്ന് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് വേറെ ഒന്നുമില്ല, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കരുതി വെച്ചതുകൊണ്ട് വേറെ ഞാനൊന്നും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവർ പെട്ടെന്ന് വന്നിട്ട് വേറെ ഒന്നും വേണ്ട ജസ്റ്റ് കഴിച്ചിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ വെള്ളം മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വിച്ചുവും പപ്പുമാണ് നമ്മുടെ ചോട്ടുവിൻ്റെ കുട്ടീനെ എടുക്കാൻ വന്നതാണ്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത ചെറിയച്ഛൻ്റെ മക്കളാണ്. അപ്പോൾ അങ്ങനെ കുട്ടികൾ വന്ന് അധികം നേരം ഒന്നും നിന്നില്ല. പാപ്പുവിന് വേറെ എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം നിന്നും കൊണ്ട് പോയി. കുഞ്ഞു കുട്ടികളാണ്. അപ്പോൾ പിന്നെ ഏട്ടൻ അപ്പോഴേക്കും പോർക്ക് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏത് പാത്രത്തിൽ വെക്കും, 1 കിലോ വാങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം പുതിയ പാത്രത്തിൽ തന്നെ വെക്കണോ ഇല്ലേ വേറെ പഴയ പാത്രത്തിൽ വെച്ചാൽ മതിയോ, തികയോ, എങ്ങനെ വെക്കുക എന്നുള്ളതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, എന്തായാലും പുതിയ പാത്രം തന്നെ ഉണ്ടല്ലോ, അത് നല്ലൊരു നോൺ സ്റ്റിക്ക് പോലെ തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ലൊരു പാത്രം. അപ്പം ഞാനെന്നാൽ പിന്നെ ശരി, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ വെച്ച പോലെ ഇത്തവണ നമുക്ക് പോർക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള തയ്യാറെടുപ്പും പാത്രങ്ങളൊക്കെ എടുക്കണം. രാവിലെ ഇടിയപ്പം ഉണ്ടാക്കിയ പാത്രങ്ങൾ കഴുകാനിട്ടുണ്ട്. അതും അല്ലാതെ പോർക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സിങ്കിൽ തന്നെയാണ് ക്ലീൻ ചെയ്തത്. പക്ഷെ അതിൽ നിറച്ചും ഇങ്ങനെ ഫാറ്റ് കൂടുതലാണല്ലോ. അപ്പോൾ ഏട്ടനാണ് കഴുകി തന്നത്. ഞാനത് കഴുകുകയൊന്നും ചെയ്തില്ല, ഏട്ടൻ തന്നെ കഴുകി തന്നു. ഞാൻ ഫണ്ടിന് ഇരിക്കണമല്ലോ, അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല വരട്ടിയ പോർക്ക് കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ഇന്നത്തെ സൺഡേ സ്പെഷ്യലാണ്. സൺഡേ വീഡിയോ വരുന്നത് ഫ്രൈഡേ ആണ്. കുറച്ച് ഇങ്ങനെ മടിയൊന്നുമല്ല എങ്കിലും. അപ്പം അങ്ങനെ സവോള വഴറ്റാനിട്ടുണ്ട്. കടുകൊന്നും പൊട്ടിച്ചിട്ടില്ല. ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് സവോള വഴറ്റാനിട്ട് അതിൻ്റെ കൂടെ കറിവേപ്പിലയും മല്ലിയിലയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മുടെ സിങ്ക് നമ്മളെപ്പോഴും എന്ത് അടുക്കളയിൽ പണി ചെയ്യുകയാണെങ്കിലും അപ്പോൾ കൈയോടെ തന്നെ പാത്രം കഴുകി വെച്ചാൽ നമുക്ക് അത്രയും നല്ലത്. നമ്മൾ വീട്ടമ്മമാർക്ക് അതന്നെയല്ലേ. പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എൻ്റെ സിങ്ക് ഇങ്ങനെ. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും പാത്രങ്ങളൊക്കെ കൈയോടെ തന്നെ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ സവോള വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വേഗം കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് സവോള വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ചുവട് നല്ല അടി കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് അത് പേടിയില്ല, അടി പിടിക്കില്ല.
അങ്ങനെ നല്ല സവോള വഴറ്റി മല്ലിയിലയും കറിവേപ്പിലയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഞാനിങ്ങനെ കുത്തിച്ചതച്ചിട്ടാണ് ഇട്ടത്. അതായത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്, നമ്മുടെ കുഞ്ഞു കല്ലുകൊണ്ട് കുത്തിയിട്ട്. പിന്നെ ഇഞ്ചിയും പെരിഞ്ജീരകവും ജീരകം കുരുമുളക് പട്ട ഗ്രാമ്പൂ അങ്ങനെ എല്ലാം കൂടെ. ഇവിടെ പട്ട ഗ്രാമ്പൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിള്ളേർക്ക് കടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അതെല്ലാം കൂടെ പേസ്റ്റ് ചെയ്തിട്ട് നല്ലോണം പേസ്റ്റ് ചെയ്തു. മിക്സിയിൽ നല്ലോണം പേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നു. പേസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് വഴറ്റാനിട്ടത്. സവോള നന്നായി വഴറ്റിയിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം ഇട്ടത്. അതായത് പെരിഞ്ജീരകം പട്ട ഗ്രാമ്പൂ ഇഞ്ചി ജീരകം നല്ല ജീരകം കുരുമുളകൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്ത് അത് നല്ലോണം വഴണ്ട് വന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും നല്ലോണം തക്കാളി അധികം വേവണമെന്നൊന്നുമില്ല, നല്ലോണം വെന്തോടണമെന്നൊന്നുമില്ല. കാരണം പോർക്കിന് കുറച്ച് വേവുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ തക്കാളി കിടന്ന് നന്നായി വെന്തോളും. അതുകൊണ്ട് ഞാൻ അധികമൊന്നും വഴറ്റിയെടുത്തിട്ടില്ല. പോർക്ക് ഞാൻ മസാല തിരുമ്പി വെച്ചതാണ്. അതായത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ നല്ലോണം മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ ഈ സവോള വഴറ്റിയിലേക്ക് തട്ടാൻ പോണത്. എന്നിട്ട് നല്ല വരട്ടിയെടുത്ത ഗ്രേവിയാണ് കേട്ടോ. ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത് എപ്പോഴും കഴിച്ചാൽ കൊളസ്ട്രോൾ വന്ന് ചത്തുപോവേ. എപ്പോഴെങ്കിലൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റുള്ള ബീഫിനേക്കാളും ടേസ്റ്റാണ് പോർക്ക്. നല്ല ടേസ്റ്റാണ്. നമ്മൾ നേരത്തെ കഴിച്ചിട്ടുണ്ട്. ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന പിന്നെയാണ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിച്ചിരിക്കുന്നത്. ചേച്ചി നല്ല ടേസ്റ്റിൽ പോർക്ക് വരട്ടിയത് ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇവിടെ തറവാട്ടിൽ. അപ്പോൾ അതുപോലെ തന്നെ വെക്കണം എന്നുള്ളൊരു, നമ്മൾ പുതിയ വീട് വന്നിട്ട് അങ്ങനെ പോർക്ക് അധികം വാങ്ങിയിട്ടില്ല, 2-3 പ്രാവശ്യം വാങ്ങിയിട്ടുള്ളൂ. അപ്പോഴൊന്നും ഞാൻ യൂട്യൂബില്ല, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ നല്ല കിടിലം പോർക്ക് വരട്ടിയതാണ് ഉണ്ടാക്കാൻ പോണത്. ഈ കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളി തന്നെയായിരുന്നു ടേസ്റ്റും. പിന്നെ നമ്മുടെ ചിക്കനും ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങി വരും പോലെ ഈ പോർക്കൊന്നും വെള്ളം ഇറങ്ങില്ല, വെള്ളമൊന്നും ഇറങ്ങി വരില്ല. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് തന്നെ വേവിക്കണം. കുറച്ച് നല്ല വേവുള്ള ബീഫിൻ്റെ ഒപ്പം തന്നെ വേവുള്ളതാണ് പോർക്കും. പിന്നെ സൺഡേ അല്ലേ, അപ്പോൾ എല്ലാ വീക്കിലിയും നമ്മൾ കുറച്ച് നെയ്യിലും എല്ലാം ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ കുറച്ച് ക്യൂടെക്സൊക്കെ അടിച്ചിട്ട് എന്നിട്ട് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ പണിയുണ്ട്. ക്ലീനിങ് ഒക്കെ ഉണ്ട്, ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ പണികളുണ്ടല്ലോ. അപ്പോൾ ഞാൻ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ബാത്റൂം കഴുകി കഴിയുമ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് വയ്യാണ്ടായി, ശ്വാസം മുട്ടലായി, ആകെ ഒരു ഞാൻ അതെന്താ ചെയ്തെന്നുള്ളതും കൂടെ പറഞ്ഞുതരാം. ഇനി അങ്ങനെ ആരും ഒരിക്കലും ചെയ്യരുത് കേട്ടോ, അതുകൂടെ പറഞ്ഞുതരാം. പിന്നെ പോർക്കിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഉരുളക്കിഴങ്ങും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉരുളക്കിഴങ്ങ് ഇട്ടതൊന്നും ഉരുളക്കിഴങ്ങ് ഉടഞ്ഞിട്ടേ ഇല്ല. ആ പോർക്കിൻ്റെ കഷ്ണം പോലെ തന്നെ ഉണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ്. അങ്ങനെ ഇത് ഞാൻ നല്ലോണം വരട്ടിയാണല്ലോ എടുക്കാൻ പോണത്. വെള്ളമൊന്നുമില്ലാതെ നല്ലോണം വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് മൂടി വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഗ്രേവി ഒന്നും ഇല്ലാതിരുന്നാലോ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മീൻ ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആശാൻ ഇങ്ങനെ ആയോ നോക്കാൻ വന്നതാണ് കറിയേ. അപ്പോൾ ഞാനെന്നാൽ പിന്നെ കുറച്ച് ആ മീനും കൂടെ ക്ലീൻ ചെയ്തിട്ട് മീൻ കറിയും കൂടെ വെക്കാം. മീൻ കറി വെച്ച് കഴിഞ്ഞാൽ പോർക്ക് വരട്ടിയതും മീൻ കറിയും കൂടെ, നമുക്കങ്ങനെ 2-3 കറികളൊന്നും വേണമെന്നില്ല. ഇവിടെ ഏട്ടനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരു കറി, എന്താണ് ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് ധാരാളമാണ് കേട്ടോ. പക്ഷെ ഗ്രേവി ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മീൻ ക്ലീൻ ചെയ്യാൻ നിന്നതാണ്. പിന്നെ കറി ഒന്ന് റെഡിയാവാനായിട്ടുണ്ട്. അപ്പോൾ ഏട്ടനോടൊന്ന് നോക്കാൻ പറഞ്ഞിട്ട് വിളിച്ചതാണ്. അപ്പോൾ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ലോണം വരട്ടിയിട്ട് ആൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മീൻ കഴുകി കഴിഞ്ഞിട്ട് കറി വയ്ക്കാൻ പോകുമ്പോൾ ഏട്ടൻ പറഞ്ഞു മീനൊന്നും വെക്കണ്ട, ഈ ഒരു കറി തന്നെ നമുക്ക് മതി, ആ കറി കൂട്ടി തന്നെ നമുക്ക് ചോറ് വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്നാൽ പിന്നെ ആയിക്കോട്ടെ, എന്തായാലും മീൻ കഴുകാൻ വന്നതാണല്ലോ, അത് കഴുകിയിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കാമെന്ന് പറഞ്ഞിട്ട് ഉള്ളത് എടുത്തത് കഴുകി വെക്കുകയാണ്. പിന്നെ പിള്ളേരൊക്കെ വിശക്കാൻ തുടങ്ങി. അതായത് സമയമായല്ലോ, നമ്മൾ ഫണ്ടെല്ലാം കഴിഞ്ഞിട്ടാണ് കുക്ക് ചെയ്യാൻ വന്നത്. അപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട്. അപ്പോഴേക്കും വിശക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഏട്ടൻ എന്നെ വേഗം വരട്ടിയെടുത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മീനേ ഉള്ളൂ, ഞാൻ 1 കിലോ വാങ്ങിയിട്ട് 2-3 തവണ വെക്കുന്നതാണ്. അപ്പോൾ അതെ മതി, നമുക്ക് ധാരാളമാണ്. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ എടുത്ത് വയ്ക്കാം. ഇനി ഇത് നമുക്ക് നാളെ എടുത്താൽ മതിയല്ലോ. അങ്ങനെ ഞാനത് ഫ്രീസറിൽ എടുത്തിട്ട് കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ പോവാണ്.
വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചോറ് തരട്ടേ ചോദിക്കാൻ വന്നതാണ്. അപ്പോഴേക്കും ചോറ് വിളമ്പി ഇതേ കണ്ടോ, നല്ല പോർക്ക് വരട്ടിയെടുത്തതാണ്. അത് മതി കുഞ്ഞ് അതും കൂട്ടി തന്നെ ചോറ് വയ്ക്കുക. കുഞ്ഞ് ഇങ്ങനെ ആക്ഷൻ കാണിക്കണം. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവനറിയില്ല ഞാനിങ്ങനെ ഇതൊക്കെ യൂട്യൂബിലിടും ചോദിച്ചു. അപ്പോൾ ഞാൻ ഇടും പറയാം, അയ്യോ അമ്മ വേണ്ട ഞാൻ നേരെ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഞാൻ ആ കുട്ടികൾ വരുന്ന പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഡൈനിങ് ടേബിളിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. വിച്ചും പാപ്പും വരുമ്പോണ്ടേ പിന്നെ അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ലഞ്ചിന് പോർക്കും ഇടിയപ്പവും തന്നെയാണ് കഴിച്ചത്. എൻ്റെ മുടിയിൽ കുറച്ച് നിറച്ചും കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒറ്റയ്ക്കൊന്നും പറ്റില്ല പറഞ്ഞപ്പോൾ ആശീനെ കൊണ്ട് സഹായിച്ച് തരുമോ ചോദിച്ചപ്പോൾ ആശി വേഗം വന്ന് സഹായിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ബാത്റൂം കഴുകാമെന്ന് ചോദിച്ചത്. ബാത്റൂമിൽ ഹാർപ്പിക്കും ബ്ലീച്ചിങ് പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് ക്ലോസറ്റ് കഴുകി. അത് എന്ത് അബദ്ധം കൊണ്ട് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് അതിൻ്റെ സ്മെല്ലും കൂടെ മൂക്കിൽ കയറി ആകെ ചുമച്ച് ശ്വാസം മുട്ടലായി. അപ്പോൾ ഇതുപോലെ ആരും ചെയ്യരുത് ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ.